വേ പ്രോട്ടീൻ എടുക്കുമ്പോഴൊക്കെ ബ്ലോട്ടിങ്ങും കോൺസ്റ്റിപ്പേഷനും ബർപ്പിങ്ങും ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് നല്ലൊരു വേ പ്രോട്ടീൻ പറഞ്ഞു തരുമെന്ന് എൻ്റെ ഫ്രണ്ട് ഇന്നലെ ചോദിച്ചായിരുന്നു. ഇനി അത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാവുന്നതെന്ന് പറഞ്ഞുതരാം. അപ്പോൾ ദിസ് ഇസ് ഡേ 20 ഇൻറ്റു ദ ആർ. എല്ലാ തവണയും ലാക്ടോസ് ഇൻടോളറൻസ് ആവണമെന്ന് ഒരു നിർബന്ധമില്ല. ചിലപ്പോൾ വില്ലൻ ആഡിറ്റീവ്സും ആവാം. സീറോ ഷുഗർ, ക്ലീൻ വേ, ഡൈജസ്റ്റീവ് ഫ്രണ്ട്ലി എന്നൊക്കെ പല സപ്ലിമെന്റ്സും പറയുന്നുണ്ടാവും. ബട്ട് ഇഫ് യുവർ പ്രോട്ടീൻ ഹാസ് മോർ ദാൻ 7 to 8 ഇൻഗ്രീഡിയൻസ്, ഇറ്റ് ഇസ് നോട്ട് എ പ്യുവർ പ്രോട്ടീൻ. ബ്ലോട്ടിംഗ് ഉണ്ടാക്കുന്ന മെയിൻ ഇൻഗ്രീഡിയൻസ് ആണ് മാൾട്ടോഡെക്സ്ട്രിൻ, ഗംസ് ആയിട്ടുള്ള സാന്തൻ ഗം, ഗോർ ഗം, സെല്ലുലോസ് ഗം, അതേപോലെ ഷുഗർ ആൽക്കഹോൾസ് ലൈക്ക് സോർബിറ്റോൾ, മാനിറ്റോൾ, എറിത്രിട്ടോൾ. ദേ ആക്ച്വലി സ്ലോ ഡൈജഷൻ ആൻഡ് ഫെർമെന്റ് ഇൻ യുവർ ഗട്ട്, റിസൾട്ട്സ് ഇൻ ഗ്യാസ് ആൻഡ് ബ്ലോട്ട്. രണ്ടാമതായിട്ട് നമ്മൾ കാണുന്ന സൂക്രലോസ്, എസൾഫീം കീ എന്നൊക്കെ പറയുന്ന സ്വീറ്റ്നേഴ്സ് ഇല്ലേ, ദേ കൻ ഓൾസോ ഡിസ്റപ്റ്റ് ഗട്ട് ബാക്ടീരിയ ആൻഡ് ഇറിറ്റേറ്റ് യുവർ ഇൻഡസ്റ്റൈൻസ് ഓവർ ടൈം. ഇനി ഡോസേജ് ഹൈഡ് ചെയ്യാനായിട്ട് ഡൈജസ്റ്റീവ് എൻസൈം, ബ്ലെൻസ്, അനബോളിക് മെട്രിക്സ് എന്നൊക്കെ പറയും. ബട്ട് യു നെവർ റിയലി നോ വാട്ട് യു ആർ കൺസ്യൂമിങ്. അപ്പൊ നിങ്ങൾക്ക് ഇനി പ്രോട്ടീൻ പൗഡർ എടുത്തിട്ട് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ ഡ്രോപ്പ് എ കമന്റ് വിത്ത് യുവർ എക്സ്പീരിയൻസ്. എന്നിട്ട് ഇതേപോലെ ഫേസ് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇത് അവർക്കൊന്ന് അയച്ചും കൊടുത്തേക്കണം.